ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പരിസ്ഥിതി ദിന ക്വിസ്. കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഉത്തരം കെ മുൻഷി. കമന്റ് ചെയ്തത് മാധവ് ആർ ഗോപു. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ഈ വ്യക്തിക്കാണ് 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയത്. വ്യക്തി ആര്? ഉത്തരം അലോക് ശുക്ല. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർഷം? ഉത്തരം 2012. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്? ഉത്തരം വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്ത്. അടുത്ത ചോദ്യം, ദേശീയ കർഷക ദിനമായി ആരുടെ ജന്മദിനമാണ് ആചരിക്കുന്നത്? ഉത്തരം ചൗധരി ചരൺ സിംഗ്. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, ഇത് ആരുടെ വരികൾ? ഉത്തരം ONV കുറുപ്പ്. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? ഉത്തരം സുനിത നാരായണൻ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന? ഉത്തരം UNEP. പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം? ഉത്തരം രാജസ്ഥാനിലെ പിപ്പലാന്ത്രി ഗ്രാമം. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ലോക പരിസര ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 7. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്. അടുത്ത ചോദ്യം, കണ്ടൽക്കാടുകൾക്കിടയിലൂടെ എൻ്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഉത്തരം കല്ലേൻ പൊക്കുടൻ. ഏറ്റവും വലിപ്പം കൂടിയ തവളകൾ? ഉത്തരം ഗോലിയാത്ത് തവളകൾ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല? ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം, നമ്മൾ മുമ്പേ പറഞ്ഞ UNEP-യുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ നാഷണൽ പാർക്ക്? ഉത്തരം യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1986. അടുത്ത ചോദ്യം, കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം KK നീലകണ്ഠൻ. അടുത്ത ചോദ്യം, KK നീലകണ്ഠന്റെ തൂലികാനാമം? ഉത്തരം ഇന്ദുചൂടൻ. ഇന്നത്തെ നിങ്ങൾക്കായുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാ. ഭൂപട നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. കമന്റ് ചെയ്യുന്നവരെ അടുത്ത വീഡിയോയിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.